നമ്മുടെ തിരുവനന്തപുരം NH പരുത്തിക്കുഴി ജംഗ്ഷന് സമീപത്തായിട്ട് ഒരു 6 സെന്റിന് അടുത്ത് വരുന്ന പ്രോപ്പർട്ടിയും അതിനകത്ത് 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി ഒരു കെട്ടിടവും വിൽപ്പനയ്ക്കുണ്ട്. പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള റോഡ് ആക്സസ് ആണ്. ഈ കാണുന്ന NH നിന്ന് ഒരു പ്ലോട്ട് മാറി പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ പരുത്തിക്കുഴി ജംഗ്ഷൻ കഴിഞ്ഞ്, അതായത് ഈഞ്ചയ്ക്കൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പരുത്തിക്കുഴി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ ഇതുപോലെ നല്ല വീതിയുള്ള ഒരു റോഡ് കാണാൻ സാധിക്കും. വണ്ടികളൊക്കെ ഒതുക്കിയിട്ടിട്ട് അതിന് ശേഷമുള്ള വീതി ഉണ്ടോ, വീണ്ടും 2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു ആദിൽ ബിൽഡേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാൻ സാധിക്കും. ഇതിങ്ങനെ ജസ്റ്റ് കയറുമ്പം തന്നെ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ്, അത് പോകുമ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റായിട്ട് റൈറ്റ് സൈഡിലിരിക്കുന്ന വീട്, അതായത് ഈ സൈഡിലായിട്ട് ഒരു മൂന്നാമതായിട്ടിരിക്കുന്ന വീട്. നമുക്ക് NH നിന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്നിറങ്ങി, നമ്മുടെ NH ബൈപ്പാസിൽ നിന്ന് ജസ്റ്റ് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ്. ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെയുള്ള ഫ്ലൈ ഓവറുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് തൊട്ടടുത്തായിട്ടാണ് എയർപോർട്ട്, ആറ്റുകാൽ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്ക് ഈസി ആക്സസ് വരുന്ന രീതിയിൽ കിഡിലൻ പ്രോപ്പർട്ടി വളരെ ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം കേട്ടോ. ഈ ലൊക്കേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഷോറൂംസും എല്ലാം വിഴിഞ്ഞം ബേസ് ചെയ്ത് നമുക്ക് ഈഞ്ചക്കൽ കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിൽ 3 ഫാമിലിക്കൊക്കെ താമസിക്കാവുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അത് മൊത്തത്തിലെടുത്ത് നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാവുന്ന പ്രോപ്പർട്ടി. ബാക്കി വിഷ്വൽസ് കാണാം. ഇത് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പം തന്നെ ലെഫ്റ്റിലേക്കുള്ള റോഡ് കണ്ടോ. ഈ റോഡായാലും നല്ല വീതിയുള്ള ഇൻ്റർലോക്ക് ചെയ്ത വഴിയാണ്. ഇതാ നേരെ കാണുന്നത് ഇവിടെ നിന്ന് 3ാമത്തെ വീട്. ശരിക്കും നമുക്ക് NH നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിക്ക് തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. 6 സെൻറ്റിനകത്ത് വരുന്ന പ്ലോട്ടാണ്. പ്രമാണത്തിൽ കൂടുതലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ റീസർവേ കഴിഞ്ഞപ്പോൾ 6 സെൻറ്റിൽ ഇത്തിരി ഒന്ന് കുറയും കേട്ടോ. ആ രീതിയിലാണുള്ളത്. നമുക്ക് ഏകദേശം 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 നിലകളുള്ള കെട്ടിടമാണ്. നമുക്ക് ഈ ലൊക്കേഷനിൽ സാധാരണ 3rd ഫ്ലോറിന് ഇപ്പം നമുക്ക് പെർമിറ്റ് കിട്ടാറില്ല, കാരണം എയർപോർട്ടിൻ്റെ വിസിനിറ്റിയിൽ വരുന്നതുകൊണ്ട് തന്നെ ആ രീതിയിൽ കിട്ടാറില്ല. പക്ഷേ ഇത് ഗവൺമെൻറ് അപ്രൂവലോട് കൂടി വാർത്ത 3ാമത്തെ നിലയുള്ള കെട്ടിടമാണ്. നമുക്കിത് ഏകദേശം കെട്ടിടത്തിന് ഒരു 12 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. ഏറ്റവും മേളത്തെ നില വന്നിട്ട് 5 വർഷം മാത്രമേ പഴക്കം വരുന്നുള്ളൂ. താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് വിളിക്കാം. പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ച കെട്ടിടമാണ്. നമുക്കിതിൻ്റെ മുൻവശത്ത് ശരിക്കും പറഞ്ഞാൽ ഈ മതിലിനെ നമുക്കിനി കുറച്ചുകൂടെ ഇതിനെ തട്ടിക്കളഞ്ഞ് ഒരു നീക്കുന്ന ഗേറ്റ് ആക്കി കഴിഞ്ഞാൽ 3 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് നമ്മുടെ മുറ്റത്തിന് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് നിലവിലുണ്ട്. അത് പോയിട്ട് മുൻവശത്തെ വീതി നോക്കി, ഇത്രയും നല്ല വീതി കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നീക്കുന്ന ഒരു ഗേറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഇനി 1ഓ 2ഓ വണ്ടികളും കൂടെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. നമുക്കിപ്പോൾ 3 നിലകളിലായിട്ട് 3 ഫാമിലിക്കായിട്ട് നിലവിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനിലൊക്കെ ഡെയിലി റെൻറ്റിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെൻ്റൽ കിട്ടുമേ. നമുക്കിതിനകത്തേക്കുള്ള ഞാൻ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ കാണിച്ചു തരാം. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് ഹാള്, കിച്ചൺ, അതുപോലെ 2 ബെഡ്റൂം വരുന്ന രീതിയിലാണ്. നമുക്ക് മേളിലേക്കുള്ള 2 നിലകളിലും 3 ബെഡ്റൂം വീതമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ട് ഫ്ലോർ കാണിച്ചു തരാം. ഇതേ കണക്ക് തന്നെ നമുക്ക് മേളിലേക്ക് 2 നിലകളും കൂടെ ഉണ്ട്. അതിലേക്ക് വരുമ്പോഴത്തേക്കും 3 ബെഡ്റൂം വീതം വരുന്ന രീതിയിലായിരിക്കും വരിക. ഇവിടെ ആണെങ്കിൽ നല്ല വലിയൊരു ഹാളുണ്ട്. നമുക്കിതാ ഇതുപോലെ അകത്തൂടെ ഒരു സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നമുക്കിപ്പോൾ ഈ 2 നിലയും ഒരു ഫാമിലിക്ക് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്കിവിടെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും നമുക്ക് ഒരു ഫാമിലിക്ക് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമുണ്ട്. നമുക്കിതിനകത്ത് ഒരു റെനോവേഷൻ വർക്ക് എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള പെയിൻറ്റിങ് വർക്ക് മാത്രം ചെയ്താൽ മതിയാവും കേട്ടോ. ഈ കാണുന്നത് പോലെ നമ്മുടെ കിച്ചൺ ഏരിയ വരും. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ഉണ്ട്. പുറത്തായാലും ഇതുപോലെ അടുപ്പൊക്കെ ഒരുക്കാനുള്ള സൗകര്യം. പിൻവശം അത്യാവശ്യം നല്ലൊരു ബാക്ക് യാർഡ് തന്നെ കിട്ടുന്നുണ്ട്. കിച്ചണിനോട് ചേർന്ന് തന്നെ നമുക്ക് നല്ലൊരു സ്റ്റോർ റൂമുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ കാണുന്നതാണ് അടുത്തൊരു ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇതേ കണക്ക് തന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും നമുക്ക് നിലകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ അതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അതിനകത്തേക്കെല്ലാം കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി നേരിട്ട് കാണാൻ വരുന്ന സമയത്ത് അതെല്ലാം തുറന്ന് കാണാവുന്നതാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1,60,00,000 രൂപയാണ്. നമുക്ക് ഏകദേശം 6 സെൻറ്റ് സ്ഥലം തന്നെയുണ്ട്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില ഞാൻ പറയാണ്ട് തന്നെ അറിയാം. 20 lakhs മേളിലാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ പെർസെൻറ്റ് റേറ്റ് പോകുന്നത്. നമുക്ക് അങ്ങനെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ കെട്ടിടത്തിന് വളരെ തുച്ഛമായിട്ടുള്ളൊരു വിലയെ കണക്കാക്കിയിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു പ്രൈസിന്
നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. താല്പര്യമുള്ളൊരു വേഗം വിളിച്ചൊരു സൂപ്പർ ഡീലാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു മാസ വാടക കിട്ടണം, അല്ലെങ്കിൽ അതല്ല സ്വന്തം ആവശ്യത്തിന് തന്നെ നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് സിറ്റിക്കകത്ത് മണക്കാട് ഭാഗത്തേക്കോ അമ്പലത്തറയോ അങ്ങോട്ടേക്കൊക്കെ ഈസിലി ചെന്നെത്താൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷൻ. എങ്ങനെയാ വെച്ചാൽ ഇവിടെ നിന്ന് ബൈപ്പാസും കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് സിറ്റിക്കകത്തേക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പെട്ടെന്ന് തന്നെ എയർപോർട്ടോ ടെക്നോ പാർക്ക് ബേസ് ചെയ്തുള്ള സ്ഥാപനങ്ങളോ നമുക്ക് ഈ ലുലു മാള്, മാൾ ഓഫ് ട്രാങ്കൂർ, ഹോസ്പിറ്റൽസ് ആണെങ്കിൽ എല്ലാം ഈ ഒരു സ്ട്രെച്ചിൽ തന്നെയാണ് കിടപ്പുള്ളത്. ആ രീതിയിലുള്ള പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.